വളഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി കുടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരദ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരദ. കിലുകിലകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടുതുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വെക്കുന്നേ. പന്ന പരിപാടി മേലെ ഈ പരിപാടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ സാബു ഒരു കാര്യം പറഞ്ഞെങ്കിൽ മേലെ എന്റെ വണ്ടി എടുത്തോണ്ട് പോയേക്കരുത് കേട്ടോ. സുധി എടാ സുമേഷ്, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിടാ. എന്റെ സൂചിച്ചേട്ടാ, നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സഹായിക്കണം, മനസ്സിലായില്ലേ? ഇനി മേലെ എന്റെ വണ്ടി ചോദിച്ചോ കേട്ടോ സുമേഷേ. എന്തുവാടാ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി? ഇങ്ങോട്ട് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ പൊന്നു സുധി, മേലെ നീ എനിക്ക് ബൈക്ക് തരണ്ട, തീർന്നല്ല വിഷയം. അല്ല അങ്ങനെയല്ല, എങ്ങനെ സംസാരിക്കരുത്. എന്തുവാ പ്രശ്നം? എന്തുവാ പൊന്നു മുസ്തഫ, ഇന്നലെ എന്റെ ബൈക്ക് പോലീസ് പിടിച്ചു, അത് എന്നെ വിഷയം. എങ്ങനെ പോലീസ് പിടിക്കായിരിക്കും? നമ്മൾ ബൈക്ക് പോകുമ്പോ ഹെൽമെറ്റ് വെക്കണം, അല്ലെ പോലീസ് പിടിക്കും. അതറിഞ്ഞൂടെ? പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കണമെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെക്കണമെന്നേ. എന്ത് നിയമം പറ. സൈക്കിളിന് ഒരു കുപ്പിയിൽ പെട്രോൾ മേടിക്കാൻ പോയാലും അവിടെയും ഹെൽമെറ്റ് വെക്കണം. എന്റെ പൊന്നു സുമേഷ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ മുസ്തഫ, ഇതൊന്നും അല്ല വിഷയം. ഞാൻ ഇന്നലെ എന്റെ കാല് പിടിച്ചിട്ട് എന്റെ ബൈക്ക് മാറ്റി ഞാൻ എന്റെ വീട്ടിലോട്ട് പോയി. പോണ വഴിക്ക് ഒരാൾ ലിഫ്റ്റ് ചോദിച്ചു, പാവോലെന്ന് കരുതി ഞാനും കൊടുത്തു. അവനെ ഈ ബൈക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് ബാറിന്റെ ഫ്രണ്ടിൽ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, 2 സെക്കൻഡ് ചേട്ടാ ഞാൻ ഇതാ വരുന്ന പറഞ്ഞിട്ട് അവൻ നേരെ ബാറിൽ പോയി ബിയറും കൊണ്ടുവന്ന് പാഴ്സൽ വാങ്ങിച്ചോണ്ട്. ഇപ്പൊ ബിയർ പാഴ്സൽ വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ പോലീസ് അപ്പുറത്ത് പോലീസ് പിടിച്ചു. അതന്നെ സംഭവം. ഇപ്പൊ ബിയർ നമ്മൾ ബാറിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതുപോലെ ഞാൻ എക്സ് മിലിറ്ററിക്കാരല്ലേ, അപ്പൊ നമുക്ക് ഈ കോട്ട കിട്ടുന്ന സാധനം ഞാൻ കുടിക്കാത്തതുകൊണ്ട് പുറത്ത് വിറ്റ് കാശാക്കാന്ന് വെച്ചാൽ അതും സമ്മതിക്കത്തില്ല, പോലീസുകാർ പിടിക്കുന്നു. ഇനി വാങ്ങിക്കട്ടെ, അത് എന്റെ കാര്യം. ഞാൻ ഒരു കേസ്, നിനക്കൊന്ന് വിളിച്ചുകൂടായിരുന്നു, കോൾ ചെയ്തുകൂടായിരുന്നു. എന്റെ പൊന്നു സുധി, മൊബൈൽ ജാമാണ്. നീ എന്തോന്നാണ് ഈ പറയുന്നത്? അങ്ങനെ പറയരുത്. കമ്പനിക്കാർ 100 രൂപ വെച്ച് തന്നായിരുന്നില്ല. 100 രൂപ വെച്ച് തന്നായിരുന്നു, അത് പറഞ്ഞ കറക്റ്റാ. രാവിലെ പത്രക്കാരൻ വന്നിട്ട് പത്രം ഇട്ടിട്ട് വിളിച്ചു, പത്രം ഇട്ടു എന്ന് പറയാനായിട്ട്. രണ്ടാമത് പാൽക്കാരൻ വന്നിട്ട് പാലിട്ടിട്ട് വിളിച്ചു, പാലിട്ടു എന്ന് പറയാനായിട്ട്. മൂന്നാമത് മീൻകാരൻ വന്നിട്ട് മീന് കൊണ്ടുവച്ചിട്ട് വിളിച്ചു പറഞ്ഞു മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ മുതൽ ഉച്ചവരെ തുരാ വിളിയായിരുന്നു. ഇതൊക്കെ ആവശ്യക്കാരല്ലേ, അതിനല്ല ഇങ്ങോട്ട് വിളിച്ചത്. എന്റെ പെണ്ണും പിള്ളേരെ വിളിച്ചെന്ന്. അത് ശരിയാ, ഇങ്ങോട്ട് തന്നെയല്ലേ വിളിച്ചത്. അതല്ലെന്ന്, എന്റെ പെണ്ണും പിള്ളേരുടെ നമ്പർ യൗമരുടെ കയ്യിൽ എങ്ങനെ കിട്ടിയതാണ് ഞാൻ ആലോചിക്കുന്നത്. 9567191540. ആർക്കാണ് അറിയാൻ വയ്യാത്തത്? എനിക്കിതൊക്കെ അറിയാം. ആ ബസ്സിലെ സീറ്റിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ ഇവിടുത്തെ പയ്യന്മാരുടെ പണിയാണ്. ഇപ്പോഴത്തെ പയ്യന്മാരുടെ ഈ ബസ്സിന്റെ പുറത്തെ സീറ്റിനകത്ത് എഴുതിയിടും, അതുപോലെ സ്റ്റാൻഡിലെ കൺഫർട്ട് സ്റ്റേഷനകത്ത് എഴുതിയിടും. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കൊട്ടാരക്കര സ്റ്റാൻഡിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ കൺഫർട്ട് സ്റ്റേഷനിൽ ഒന്ന് കയറി. അവിടെ കയറിയപ്പോൾ അവിടെ എഴുതിയിട്ടിരിക്കുന്ന ഒരു നമ്പർ കൊട്ടാരക്കര ലതിക. ഞാൻ നൈസായിട്ട് ആ നമ്പറിങ് എടുത്ത് എന്നിട്ട് വീട്ടിൽ വന്ന് പെണ്ണമ്മളെയൊക്കെ പറയാൻ കഴിയുമ്പോൾ നൈസായിട്ട് ഞാനൊന്ന് വിളിച്ച് ഹലോ കൊട്ടാരക്കര ലതികയില്ലെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴേ കനകാംബീരി ശബ്ദത്തിൽ തിരിച്ചിങ്ങോട്ട്, നീ കൊട്ടാരക്കര സ്റ്റാൻഡിലെ കൺഫർട്ട് സ്റ്റേഷനിൽ കയറി അല്ലേറാന്ന്. അപ്പൊ ഒരു പഴയ ഒരു എക്സ് മിലിറ്ററിക്കാരൻ അവിടെ നശിച്ചു പോയില്ലേ, മാനം പോയില്ലേ. അതാ പറഞ്ഞ എമാരൊക്കെ കുനിച്ചേർത്ത് മുതുകിടിച്ച് കലക്കണമെന്ന്. വേറെ കേസ് പറഞ്ഞു. എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പൊക്കോ. പക്ഷെ മറ്റേ നമ്പറിൽ ഞാൻ ഒന്നുകൂടെ വിളിക്കുന്നുണ്ട് ഇച്ചിരി കഴിയുമ്പോ. അല്ല, നേരത്തെ വിളിച്ച ലതികയുടെ ഹസ്ബൻഡ് ആണെങ്കിലോ ഇനി ഒറിജിനലായിട്ട് ലതിക എടുത്താലോ? അതങ്ങനെ നല്ല ഇടിയില്ലേ? ഇടി കൊണ്ട് ചുരുളാൻ പോണ. മനസ്സ് തുറന്നുള്ള ചിരി നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. ചിരിയുടെ അരങ്ങായ കോമഡി സൂപ്പർ നൈറ്റ്സ് പവർഡ് ബൈ ചുങ്കജില്ലയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വിനയ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഓഫ് ദ നൈറ്റ് ആരാണ്? മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം സുബലക്ഷ്മി മാഡം. മുനിയമ്മാവോ
காத்து செவந்த பிள்ளை கண்ணம்மா இனி நான் தாண்டி உன் புருஷ பொன்னம்மா என்னடி முனியம்மா கண்ணுல மையி யாரு வச்ச மையி இது நான் வச்ச மையி நீ முன்னால போனா நான் பின்னால வரேன் അമേസിംഗ് പെർഫോമൻസ്. നമ്മുടെ ബാക്ക് ഡാൻസേഴ്സ് ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, അതിലും ആക്റ്റീവായിട്ട് ആണ് നമ്മുടെ സുബലക്ഷ്മി അമ്മ, ആന്റി, അനീത്തി, എന്താ ഞാൻ വിളിക്കണ്ടേ? മുത്തശ്ശി എന്ന് വിളിക്കരുത്, ബാക്കി എന്തും മുത്തശ്ശിന്ന് വിളിക്കില്ല. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു കാരണവശാലും മാഡത്തിനെ മുത്തശ്ശി എന്ന് വിളിക്കരുത്, ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിലും എനർജി കണ്ട മുത്തശ്ശിന്ന് വിളിക്കാൻ തോന്നില്ല, എന്റെ അനീത്തിന്ന് വിളിക്കാനേ തോന്നുന്നു അല്ലേ? ശരിക്കും എന്ത് വേണം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞില്ലേ മുത്തശ്ശി, ഇല്ല. മുത്തശ്ശി. ഇനി കോമഡി സൂപ്പർ നൈറ്റ്സ് കാണുന്ന ഒരു മനുഷ്യനും മുത്തശ്ശി എന്ന് വിളിക്കാൻ പാടില്ല കേട്ടല്ലോ. ചേട്ടാ നിങ്ങളോടാ പ്രത്യേകിച്ച് പറയുന്നത്. അല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അല്ല ഇല്ലായിരുന്നു, ഇല്ലായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാനേ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോകുന്നില്ല. അതിനൊരു കൈയടി കൊടുക്കുക, ആ ആറ്റിറ്റ്യൂഡിനൊരു കൈയടി. ഹായ്. ഞാൻ ചോദിക്കട്ടെ അമ്മ, புது பேரெல்லாம் கூப்பிடுங்க, அது என்ன வேணா கூப்பிடுங்க, ரொம்ப சந்தோஷம். பாட்டி முத்தശ്ശി ரெண்டு கூப்பிடாதீங்க, என் உடம்பெல்லாம் விரைச்சு വൈലന്റ് ആയിടുന്നേ. ഞാൻ ചോദിക്കട്ടെ, എത്ര പ്രായമുണ്ട് ശരിക്കും? കരയാണോ? അയ്യോ ഒന്ന് പറയൂ. എന്തിനാ എന്റെ വയസ്സ് കെട്ടി എന്നെ കൊല്ലിടുന്നത്? അയ്യ അങ്ങനെ അല്ല, വയസ്സ് ശരിക്കും ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. അതെ, ആണോ? പ്രായം ബാധിക്കുന്ന മനസ്സിനാണ്. അതോട് യോജിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണരാമൻ സിനിമ കണ്ടാ മതി, അല്ലേ? അല്ലേ? അപ്പോഴും പ്രേമിച്ച് കിടക്കുന്ന ഇതാ. പറയട്ടെ, പറയൂ. സ്വീറ്റ് 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 പറഞ്ഞോളൂ. പറഞ്ഞോളൂ. നാണ കൂട്ടുകാരി. പറയൂ പ്ലീസ്. 80. ഓഹോ, അതായത് 80 വയസ്സാണോ? ആരോടും പറയരുതേ. 80 അല്ലേ? ആരോടും പറയല് കേട്ടോ. 18 ഉദ്ദേശിച്ചേ? 18 മധുരപ്പതി 80 ശരി കേട്ടൂടെ? 80 മനസ്സുകൊണ്ട് 18 അതെ, അതാണ് അത് പോയിന്റ്. അത് മനസ്സുകൊണ്ട് 18 അത് നല്ലതാ. അത് കറക്റ്റ് ആണ്. പക്ഷെ പ്രായം 80. പക്ഷെ പ്രായത്തിൽ ഒരു കാര്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ല. അല്ല, ഞാൻ വരുമ്പോ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എന്നും ഈ 18 വയസ്സുള്ള ഒരു മനസ്സുണ്ടാവട്ടെ മാഡത്തിന്, അല്ലേ? ഞങ്ങളുടെ വിഷയമാണ് മാഡം. അതാണ് ഇഷ്ടം, അതാണ് ഇഷ്ടം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അതിനേക്കാളും കുറയ്ക്കാൻ പറ്റുമെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണ്ട 18 വയസ്സാകാം, അത് മതി, 18 മതി. ഇപ്പൊ എന്താണ് പുതിയൊരു പ്രോജക്ട് ചെയ്തോണ്ടിരിക്കണ? അയ്യോ അതിനെ പറ്റി കേക്കല്ലേ, ഞാൻ ഹീറോയിനായിട്ട് ഒരു തമിഴ് പടം ചെയ്തു. എനിക്ക് വയ്യ സത്യം. കള്ളം പറയൂ. ഇല്ല. ഏത് പടം? അമ്മണി. അമ്മണി സെൻട്രൽ ക്യാരക്ടറാണോ? സെൻട്രൽ ക്യാരക്ടർ. ഹീറോയിൻ, നായകൻ ഇല്ലാതെ ഹീറോയിൻ, അതൊരു സങ്കടം. അപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം പ്രത്യേകിച്ച് ഒരു ലീഡ് റോൾ ഒരു സിനിമയിൽ ചെയ്യുക, അത് തമിഴ് പോലത്തെ ഒരു ഭാഷയില്, അതും ഈ പ്രായത്തില്. മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ വന്നു, ഇപ്പൊ അമ്മണി പോലത്തെ ഒരു സിനിമ വന്നു, അതിൽ മാഡം ഹീറോയിനായിട്ട് അഭിനയിക്കുന്നു. മറ്റേ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും നായകനോ? അതെ, നായകൻ നല്ലൊരാളായിരിക്കണം. നല്ലെന്ന് വെച്ചാൽ മമ്മൂട്ടിയൊക്കെ പോലെ ഒരു മെജസ്റ്റിക് ലുക്ക് വേണം. അപ്പൊ മമ്മൂക്കന്നെ സുമിച്ച് അടിപൊളി. അത് വേണം. കുറച്ച് ഡുവൈറ്റ് ഒക്കെ പാടാൻ അറിയണം, ഡാൻസ് കളിക്കാൻ അറിയണം, എല്ലാം വേണം. അങ്ങനെ കൊണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടേ എടുക്കുള്ളൂ. ഡയറക്ടറിനല്ല ഇന്റർവ്യൂ ചെയ്യണത്, ഞാനാണ്. മോഹൻലാലിനൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടേ എടുക്കുള്ളൂ, അതാ എന്റെ കാര്യം. അപ്പൊ നമുക്ക് ആ വിഷയം വിടാം, കാര്യം നടക്കുന്നില്ല. നടക്കും, നടത്തി കാണിക്കും. അതാണ് സുബലക്ഷ്മി. എപ്പോ അങ്ങനെ ഒരു പടം കിട്ടുകയാണ്. നമ്മുടെ വിനയന്റെ കൂടെ അഭിനയിക്കോ? വിനയന്റെ കൂടെ നായികട്ട് അഭിനയിക്കോ? ആണോ? അല്ല മാഡം പറഞ്ഞു മെജസ്റ്റിക് ലുക്ക് വേണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ആ പ്രതീക്ഷ വിട്ടു. അതൊക്കെ വെറുതെ വെറുതെ
വെറുതെ ആണെങ്കിൽ നീ കുഴപ്പമില്ല. റെഡിയാണോ? ആ ഞാൻ റെഡി, എപ്പോ റെഡിയാണെന്ന് വെച്ചാൽ മതി. അയ്യോ അതെ വിനചേട്ടന് ഇതിലും വലുതെന്തോ വരാറിരുന്നാണ്. ഇല്ല പുള്ളിയെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അത് പ്രൊഫഷനാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് ഈശ്വരാ. മസ്റ്റ് ആണ്. പുള്ളി ഓക്കെ ആണ്, ഞങ്ങൾ ഓക്കെ പറയുന്നു. ഞാൻ പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഡബിൾ ഓക്കെ പറഞ്ഞേ. അതെ. ഞങ്ങൾ ഡബിൾ ഓക്കെ ആണ്. ഡബിൾ ഓക്കെ ആണ്. നമ്മളെല്ലാം ഡബിൾ ഓക്കെ. ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്നു. അത്ര നല്ലൊരു തിരക്കഥയിൽ മാഡത്തിന്റെ ഒപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് പാട്ട് ഡാൻസ് ഞാൻ ചോദിക്കട്ടെ ഒരു second. നാളോടും പൊഴുതോടും ഉറവാട വേണ്ടും ഉറവാട വേണ്ടും. അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് നിങ്ങൾ പാടണം. ഇപ്പൊ ഒരു ലവ് സോങ് നമ്മൾ ഇട്ട് തരും. അതിനാണ് നിങ്ങൾ hero രണ്ടുപേരും test അഭിനയിച്ച് ചെയ്യാൻ കാണിക്കണം ഞാൻ കേട്ടോ. പറഞ്ഞത്. അതെ മനസ്സിലായോ? അതെ. അഭിനയിച്ച് കാണിക്കണം. ഇപ്പൊ ഒരു ലവ് സോങ് ഇട്ടരും. ലവ് സോങ് ഇടട്ടെ. Come on. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ നല്ലൊരു പെർഫോമൻസ് ആട്ടോ നിങ്ങൾ രണ്ടുപേരും കൊടുത്തത്. അസാധ്യമായിരുന്നു. എനിക്കൊന്നും ഈ അറിയാതിരിക്കാൻ വയ്യ. ഉള്ള കാര്യം പറയല്ലോ, വിനയന്റെ മുട്ട് ഇങ്ങനെ കടകടാന്ന് വിറക്കിയായിരുന്നു. എന്തിന്? ഏയ് അമ്മയുടെ കൂടെ പിടിച്ചെടുക്കാൻ പറ്റാണ്ട് അത്രയുള്ളായിരുന്നു. ഞാൻ ഈ ചെറുപ്പത്തിലെ വാദം വന്നോന്ന് വിചാരിച്ചു. ഈശ്വരാ, എന്റെ കൂടെ അഭിനയിക്കാന്നും പറയുന്നു. നീ കയ്യങ്കാലം എടുക്കാൻ വയ്യാതായ എന്നെ പ്രകൃതി ഒന്നുമില്ല. ബി ബോൾ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ്. ഈ അടുത്ത് മറ്റേ ടിവിയില് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. എന്ത്? രൺബീർ കപൂർ ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ്. അയ്യോ, രൺബീർ കപൂർ എന്ന് പറഞ്ഞപ്പോഴേക്കും നാടകം കണ്ടോ? ഭയങ്കര നല്ല. ബോളിവുഡ് ആക്ടർ അല്ലയോ? അതാണ്. എന്നിട്ട് പക്ഷേ അയാൾ ആരെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അറിയില്ല. എല്ലാ പരസ്യത്തിലും പിടിക്കുമ്പോഴും മാഡം ഒരു പരസ്യമുണ്ട് ബോംബെയില് തരാമോ എന്ന് ചോദിച്ചു. ഓ വരാമെന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ അറിയില്ല മോളെ. ഒരു സിനിമ എടുക്കുന്ന കഥകളും ഉണ്ട് അതിനകത്ത്. അത്രയ്ക്ക് ഉണ്ടായിരുന്നു. കൊച്ചുമോളോട് ചോദിച്ചു. അവിടെ ചോദിച്ചാൽ എൻ്റെ ഈഗോ, മോളെ ഈ രൺബീർ കപൂർ ആരാണടി? ഇവരെല്ലാം ഇങ്ങനെ പറയുന്ന, അയ്യോ അമ്മമ്മ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഡേയ്സോഡ് അംബാസിഡർ, ഒരു ഗുഡ് ലുക്കിംഗ് ഫെലോ പറഞ്ഞ ചെറുപ്പക്കാരനാണ്. അതെ, പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അതങ്ങ് കഴിഞ്ഞു. അയ്യോ, ഇവര് പറഞ്ഞ പോലെ വലിയ ആളാണെങ്കിൽ നമ്മൾ ചെയ്താൽ ശരിയാവുമോ? കയ്യെല്ലാം ഇങ്ങനെ കിടന്ന് വരട്ടിയാണ്. ഓ എന്ത് നോക്കിയപ്പോൾ ഒന്നുമില്ല. വളരെ ഒരു ഗുഡ് ലുക്കിംഗ് നല്ല ഒരു ഫെലോ അങ്ങനെ വരുന്നു. എന്നെ കണ്ടു. അവിടെ നിന്ന് വരുമ്പോഴേ കലക്കി. ഞാൻ ഇങ്ങനെ നമ്മുടെ സംസ്കാരം നമസ്തേയാണ് നമ്മുടെ നമസ്തേ. അതെ. അപ്പോൾ അടുത്ത് വന്നു. ഹിന്ദിയിൽ എന്തെയോ പറഞ്ഞു. ഞാൻ എല്ലാത്തിനും ചിരിച്ചിരിച്ച് കരയാണ്. ഒന്നും അറിഞ്ഞൂടെ അങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ അയാൾ വന്നു, എല്ലാം പോയി. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അടുത്ത ദിവസം ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഓരോ ഡയറക്ടർക്കും ആ MD അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അതൊരു മഹാഭാഗ്യമാണ്. ചേച്ചി എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? ഞാൻ ആദ്യം ഒരു ആഡാണ് തുടങ്ങിയത്. എന്തിന്റെ ആഡായിരുന്നു? ഹോർലിക്സിന്റെ. അപ്പോഴൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. വിളിച്ചു പോയി ചെയ്തു, സക്സസ് ആയി. രണ്ടാമത് ഒരു സീരിയലിന്റെ ഒരു എപ്പിസോഡ് വിളിച്ചു. അതും ഭയങ്കരമായിട്ട് ശരിയായി. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒരുപക്ഷെ മാഡത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട്. 7 വയസ്സില് സംഗീതം തുടങ്ങിയതാണ്. ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 2.5 മണിക്കൂർ 3 മണിക്കൂർ കച്ചേരി ചെയ്യുന്നു. പണ്ട് ഒരുപാട് ഫിലിം സോങ്ങിലെ ഗാനമേളക്കാൻ വേണ്ടി എന്റെ ഗാനമേളക്ക് വൺസ് മോർ കേട്ടിട്ടുണ്ട് ആൾക്കാർ. ഒരുപാട് ഗാനമേളകൾ പാടിയിട്ടുണ്ടാവും. ഒരുപാട് ഗാനമേളകൾ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു ഗാനം ഏതാണ്? പാതും പഴം എന്ന് പറയുന്ന ഒരു തമിഴ് പടമുണ്ട്. അതിൽ ശിവാജി ഗണേശനും സരോജാദേവിയും പാടുന്ന പാട്ടാണ്. ഡുവൈറ്റ് അല്ല, ഇതിൽ സരോജാദേവി പാടുന്ന ആലയമണിയും ഓശൈ നാൻ കേട്ടെ.
ആ പാട്ട് എനിക്കും ഇഷ്ടമാണ്. എവിടെ പാടിയത് ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കേൾക്കാനും ഇഷ്ടമാണ്. അതേമാതിരി അനാർക്കലി ഇത് ലതാ മങ്കേഷ്കർ പാടിയതാണ്. ജിന്ദഗി ഉസി കി ഹൈ जो किसी का हो गया प्यार किने सो गया. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാമോ? ആദയമണിയിൽ ഓർച്ചയെ ഞാൻ കേട്ടേ, അരുൾമൊഴി കൂറും പറവൈകൾ മൊഴി കേട്ടേ, എൻ ഇறைவன் അവനെ അവനെ ദിനം പാടും മൊഴി കേട്ടേ, എൻ തലൈവൻ അവനെ അവനെ ദിനം പാടും മൊഴി കേട്ടേ, ആലയമണിയിൽ ഓസை நான் കേട്ടേ. അടിപൊളി. അതെ, അമ്മ ആനമേളകളിൽ പാടിയതിൽ ഒരു ഹിന്ദി പാട്ട്, ഒരു ഹിറ്റായിട്ടുള്ള പാട്ടുണ്ട്. ഹിന്ദി അതുകൂടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? കൊച്ചുനാളുടെ അത് ആ പടം തന്നെ ഞാൻ ഒരു 5-6 പ്രാവശ്യം പോയി കണ്ടു. അതിലുള്ള എല്ലാ പാട്ടും ഹിറ്റാണ്. നമുക്ക് എല്ലാ പാട്ടും പഠിച്ച് പാടിയില്ലെങ്കിലും 1-2 പാട്ട് ഞാൻ എപ്പോഴും പാടാറുണ്ട്. അതിലൊരു പാട്ട് ശരി ശരി ശരി. ജിന്ദഗി ഉസി കി ഹൈ जो किसी का हो गया प्यार के में सो गया वो जिंदगी उसी की है. ഈ പാട്ട് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? വേറെ ഒരുപാട് പാട്ടുകളല്ലേ? എപ്പോഴും മെലഡി ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പിന്നെ ഈ സിനിമയിലെ ഈ സീൻ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സീനാണ്. എന്താണ് അത് അവന് സലീം കുമാർ വരുന്നതും കല്യാണം കഴിക്കാൻ പറ്റാതെ ആ കുട്ടി അനാർക്കലി ഇവിടെ കാണാൻ പറ്റാതെ അവൻ വരുന്ന മുമ്പേ ഇവിടെ സമാധി, ജീവനോടെ സമാധികൾ. അപ്പോൾ അവൻ ആ ഹോഴ്സിൻ്റെ ഒരു ബീറ്റാണത്. അത് അവൻ അവിടെ നിന്ന് വരുമ്പോൾ ആ കുളമ്പടി ഇങ്ങനെ കേട്ട് വരും. ഇത് ഇവിടെ ഇങ്ങനെ ജീവനോടെ നിർത്തി ഇങ്ങനെ ചെങ്കര് കൊണ്ട് ഇങ്ങനെ കെട്ടി 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 വെക്കും. പക്ഷെ ഈ പാട്ടിന്റെ 2 വരിയിലല്ല ഇത് ഉള്ളത്. ഏറ്റവും ലാസ്റ്റില് 2 പാർട്ടാണ് ഈ പാട്ട്. അപ്പൊ അൽവിദാ 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 അങ്ങനെ കയറി പോകും. അപ്പോൾ ഈ കെട്ടി 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 ഇങ്ങനെ വന്ന് അവൻ അടുത്ത് വരുമ്പം തല ഇങ്ങനെ മുഖം മാത്രം. അതൊരു ഭയങ്കര ഒരു വിഷമം പിടിച്ച ഒരു സീനാണ്. അപ്പം ഈ പാട്ടും അതും 3 കാണുമ്പോഴാണ് ഈ പാട്ടിനാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ പാട്ട് എന്തായാലും ഒരു ശോകമായിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്കൊരു അടിച്ചുപൊളി പാട്ട്. 2 പാട്ടും ഭയങ്കര എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ്, എനർജി ഒക്കെ പോയി. നമുക്ക് നല്ലൊരു അടിപൊളി പാട്ടാണ്. അടുത്താത്ത് അമ്പൂജത്തെ പാത്തേള അവ ആത്തുകാര ചൊല്ലരതെ കേട്ടേള. അടുത്താത്ത് അമ്പൂജത്തെ പാത്തേള അവ ആത്തുകാര കൊല്ലരതെ കേട്ടേള. അടിച്ചാലും പുടിച്ചാലും ഒന്നാ ചേർந்துக்கறா, അടിച്ചത് കൊണ്ടു പിടിച്ചത് കൊണ്ടു പുടവയ വാങ്ങിക്കറാ. അടിച്ചാലും പുടിച്ചാലും ഒന്നാ ചേർந்துக்கறா, അടിച്ചത് കൊണ്ടു പിടിച്ചത് കൊണ്ടു പുടവയ വാങ്ങിക്കറാ. അടുത്താത് സംഗതിയെല്ലാം നമുക്കേണ്ടി പട്ടു നമുക്കേണ്ടി ശമ്പളം പാതി കിമ്പളം പാതി വാങ്ങറാണ്ടി. അവൻ ശമ്പളം പാതി കിമ്പളം പാതി വാങ്ങറാണ്ടി. കോമഡി സൂപ്പർ നൈറ്റിന്റെ കലാകാരന്മാർ മാഡത്തിന് വേണ്ടിയിട്ട് ഒരു ഹാസ്യ വിരുന്നൊരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഗസ്റ്റ് സീറ്റിൽ പോയി ഇരുന്നിട്ട് അത് കണ്ടാലോ? ഓക്കെ. വിളിച്ചിട്ട് കിട്ടാനുള്ള പണ്ടാറടങ്ങ. ഹലോ 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 സുനന്ദേ, ആ ഞാനാണ് സുനന്ദേ. ഈ ഞാനാണെന്ന് എപ്പോഴും പറയണ്ടേ? എനിക്കറിയാം ചേട്ടനാണെന്ന്. ഇപ്പൊ എപ്പോഴും വിളിക്കാറില്ലല്ലേ? എന്നിട്ട് ഇപ്പൊ 2 പ്രാവശ്യം റിങ് ചെയ്തിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ. എന്റെ ചേട്ടാ, നാളെ എന്റെ കല്യാണമാണ്. ഇവിടെ ആണെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും ഉണ്ട്. ആ, നിനക്ക് കല്യാണമായിട്ട് നീ ഇങ്ങനെ കുളിച്ച് കുത്തിയെടുത്ത് ആർമാദിച്ചിരിക്കാണല്ലേ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, 6 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പൊരിഞ്ഞ പ്രേമായിരുന്നു, അറിയാലോ നിനക്ക്.
ഞാൻ പറഞ്ഞല്ലേ ചേട്ടനോട് എന്നെ വിളിച്ചിറക്കി കൊണ്ട് പോവാൻ. എന്നാ നീ ഇറങ്ങി വാ. ചേട്ടൻ എന്റെ വീടിന്റെ മുറ്റത്തുണ്ടാ? ഇല്ല, ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്നാ വിളിക്കണം. ചേട്ടന്റെ വീടിന്റെ മുറ്റത്ത് പോയി വെക്കാതെ എന്റെ വീട്ടിൽ വന്ന് വിളിക്ക്. നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പരിചയമില്ലാത്തടത്ത് ഒറ്റക്ക് വരാൻ പേടിയാണ്. നീ ഒന്ന് ഇറങ്ങി വാ. ചേട്ടൻ ജീവിതം റിസ്ക് ഒക്കെ എടുക്കണം. ഇവിടെ എല്ലാവരും ഉണ്ട്. സുനന്ദേ, ദേ കൊക്കക്കോളയില് വിഷവും ചേർത്താ ഞാൻ നിക്കണത്. നീ വേറൊരുത്തനെ കല്യാണം കഴിച്ചാൽ ഇത് കുടിച്ചാ ചാകും, ഉറപ്പാ. അമ്മയുടെ സത്യമായിട്ട് ചാകും. പിന്നെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കാൻ പറ്റൂല. എന്നിട്ടാണ് സുനന്ദ, നീ ഒന്ന് ഇറങ്ങി വാ. ദേ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. എന്താണ്? നാളെ 11:30 എന്റെ മുഹൂർത്തമാണ്. അതിനുള്ളിൽ ചേട്ടൻ എന്നെ വിളിക്കാൻ വന്നാ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. അല്ല സുനന്ദ, വെക്കല്ലേ ഇടി. എനിക്കാണെങ്കിൽ പോയി വിളിക്കാനും പറ്റുന്നില്ല ദൈവമേ. എന്തായാലും ഈ കോളയിലെ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ ബോഡി ഞാൻ അവളെ കാണിക്കും. അതിനുള്ള ചങ്കുറപ്പും ഇല്ലാതായി പോയല്ലേ എനിക്ക്. സുനിയെന്നും പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അവനെ പറഞ്ഞിട്ട് ഒരു സഹായത്തിന് അവനുണ്ടായല്ല. എന്റെ പൊന്നളിയോ, എന്താണ് ബ്ലോക്ക് എന്നറിയാമോ? നീ ഇത് എവിടെയായിരുന്നു ഇത്ര നേരമായിട്ട്? ഭയങ്കര ചൂട്. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ? ഇട കുടിക്കല്ലേ. എന്താണ് ഇടപാടെ? ഞാൻ അതിനകത്ത് വിഷം ചേർത്ത് വെച്ചേക്കൻ. ഇതിനകത്താ വിഷം കലക്കിയേക്കണം. എന്തിന്? ചാകാൻ വേണ്ടിട്ട്. നീയാ? എന്ത് കാര്യത്തിലാണ് നീ ഇപ്പൊ വിഷം കലക്കി ചാവണത്? എനിക്കൊരു ലൈനുള്ള കാര്യം നിനക്കറിയാലോ. എനിക്കറിയാലോ, ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട സുനന്ദ. 6 വർഷമായിട്ട് ഞങ്ങളമ്മ പ്രേമാണല്ലോ. നാളെ കല്യാണാണടാ. നിങ്ങളുടെ കല്യാണമായിട്ട് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞാടാ. എടാ കോപ്പേ, ഞാനല്ല അവളെ കെട്ടണത്. ഗൾഫിലുള്ള ഏതോരുത്തനാണ്, ഞാനല്ല കെട്ടണത്. അവളുടെ ജീവിതം രക്ഷപ്പെട്ടല്ല. അതല്ല, അവളുമായിട്ട് ജീവിക്കണോടാ എനിക്ക്. ഈടെ പ്രേമം പൊളിയേറ്ററ നല്ലതാണ്. പ്രേമം പൊളിച്ചാൽ നീ ഒരു താടി വളർത്തിയാൽ മതി. പ്രേമം വിജയിച്ചാലുണ്ടല്ല, നീ അവളെ അവളുടെ പിള്ളേരെയും വളർത്തേണ്ടി വരും. അയ്യാൾക്ക് കുട്ടികളൊന്നുമില്ല. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ കുട്ടികളാവോ? ആ കുട്ടികളെ നീ വളർത്തേണ്ടി വരുമെന്നാണ് ഞാനീ പറയണത്. നാളെ അവിടെ കല്യാണം നടക്കുകയാണെങ്കിൽ മുഹൂർത്ത സമയത്ത് അവിടെ തെക്കോർത്ത് നിൽക്കണ മാവിന്റെ കൊമ്പിൽ ഞാൻ ഉണ്ടാവും. അവളുടെ മാവിന്റെ കൊമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് അവളുടെ കെട്ട് കാണാൻ പറ്റുമോ? ഇവിടെ കെട്ടുകാണല്ലേ, കെട്ടി തൂങ്ങിച്ചാകാനാണ്. കെട്ടി തൂങ്ങിച്ചാവാൻ. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും. നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടി എന്ത് കാര്യത്തിന്? എന്റെ പെങ്ങളുടെ കല്യാണത്തലേന്നേ അവൾക്ക് വെച്ചിരുന്ന സ്ത്രീധന തുകയിൽ 50,000 രൂപ എടുത്ത് നാട് വിട്ട ആളാണ് ഞാൻ. അത് കേട്ടപ്പോ തന്നെ എന്റെ അച്ഛൻ വെട്ടിയിട്ട വാഴകണ്ട് വീണത്. ഒരാഴ്ച കഴിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോയിട്ടില്ല. ഇന്നേ വരെ ഇനി എഴുതേക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാര് പറഞ്ഞിരുന്ന അച്ഛൻ ചാടി എന്നിട്ട് എന്നെ കണ്ടിട്ട് പറയണത് പോയി വിഷം കഴിച്ച് ചാവടാന്ന്. ഞാൻ ചത്തിട്ടില്ല, എപ്പോഴും നിൽക്കല്ലേ ഞാനിങ്ങനെ. സുനി, നിനക്ക് അതിനുള്ള തൊലിക്കട്ടിയും മനക്കട്ടിയൊക്കെ ഉണ്ട്. എന്റെ കാര്യം അങ്ങനല്ല. അവളില്ലാതെ എനിക്ക് പറ്റില്ല. അവളില്ലാതെ തിന്നാൻ പറ്റൂലെങ്കിൽ നീ ഇതിന് ശർക്കര കൂട്ടി തിന്നെ. എടാ, അവളില്ലാതെ അല്ല, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്ന്. ആരാണ്? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല സാറേ, എന്തെങ്കിലും കഴിക്കാൻ തരണം. പിന്നെ 2 ദിവസമായിട്ട് ഒന്നും കഴിക്കാത്ത എന്റെ അടുത്ത് രാവിലെ കഴിക്കാത്തവൻ വന്നായിരുന്നു. സാറേ, ഞങ്ങൾ 2 പേരും രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. എടാ തെണ്ടി, ഞാൻ പിച്ചക്കാരനൊന്നുമല്ല. എനിക്ക് ടെൻഷൻ കൊണ്ട് ആഹാരം ഇറങ്ങായിട്ടാ. നീ എന്ന് എന്നെ അതെ സാറേ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ സാറേ. എന്തെങ്കിലും കഴിച്ചാൽ മതി. എന്താ നീ പോയി ഒരു കല്യാണം കഴിക്കും. സുനന്ദ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് റെഡി ആയിട്ട് എന്റെ പെണ്ണിനെ പിച്ചക്കാരൻ കൊണ്ട് കെട്ടിക്കാം. പിന്നെ ഞാനെന്ത് പറയാനാണ്? സാറേ സാറേ, എനിക്ക് എന്തെങ്കിലും താ സാറേ. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കണം. വിഷയമല്ല ജീവിതത്തിലെ ഒരു കൊക്കക്കോള ഇവന്റെ കാര്യം എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ആരുമില്ലല്ലോ ദൈവമേ. അവിടെ കല്യാണം കഴിഞ്ഞ പോക്കറ്റിൽ കിടന്ന് 500 രൂപ പോയാലെന്താണ് കുപ്പിയാ മേടിച്ചോണ്ട് പോന്ന്. അല്ലെങ്കിൽ ആ പടാത് കുടിച്ച് എന്റെ പറയാൻ പോണ്ടല്ലോ. കോളക്ക് നീ 500 രൂപ കൊടുത്താ? ഞാനതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല, വെറുതെ പറഞ്ഞാ. എന്റെ 500 കളഞ്ഞ 500, 50,000, 1000 നിനക്ക് ഞാൻ തരാം. സുനന്ദ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് റെഡിയായി നിൽക്കാണ്. ഞാൻ ചെന്ന് വിളിച്ച് ആ സെക്കൻഡ് അവൾ ഇറങ്ങി പോരും. അപ്പൊ നീ എന്ന് വിളിക്ക്. ഞാൻ ചെല്ലിയല്ല, നാളെ രാവിലെ നീ ചെന്ന് അവളെ വിളിച്ചിറക്കൊണ്ടുവാ. അല്ലേ നിന്റെ പെണ്ണിനെ ഞാനെന്തിനാ ചെന്ന് വിളിക്കണം? അപ്പൊ നീ നാളെ രാവിലെ എവിടെ പോണ്? അമ്മേനും കൊണ്ട് ആശുപത്രി പോണം. നിന്റെ നമുക്ക് എന്താണ് മുട്ടുവേദന? നിന്റെ കെട്ടാണ് വലുത്, അമ്മയുടെ മുട്ടാണ് വലുത്? അത് അമ്മയുടെ മുട്ടാണ്. അതെന്താണ്? എടാ, ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ട് എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അമ്മ മുട്ടുകാലം തല്ലി വിളിക്കണം. അപ്പൊ അമ്മയുടെ മുട്ട് സേഫ് ആക്കണ്ടേ? അപ്പൊ ഞാൻ പോണോ? നീ പോണം. ഇനി നീ ഒന്നും പറയണ്ട, ഞാൻ സുനിതനെ വിളിച്ച് പറയാം. നീ മിണ്ടരുതേ. ഹലോ സുലു, സുനിത ഞാനാണ്. ഇല്ല, ഞാൻ വന്നില്ല, എനിക്ക് പേടിയാണ്. എന്റെ കൂട്ടുകാരനല്ലേ ഒരു സുനി, അവൻ വരും. അപ്പൊ നീ ശ്രദ്ധിച്ച് കേക്ക് തിരക്കി നിന്ന് മാറുന്നില്ലേ? നീ ഒരു 9 മണിയാകുമ്പോ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോണെന്ന് പറയണം. അപ്പൊ അവനൊരു പച്ച ഷർട്ട് ഇട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ സൂര്യ ബൈക്കുമായിട്ട് വരും. നീ ആ ബൈക്കൊക്കെ കയറി ഇരുന്നാ മതി. ഓക്കെ മുത്തേ, ഓക്കെ ഹണിമൂൺ, ഹായ് ഉമ്മ. അല്ല അത് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ ആണല്ലോ. നീ നാളെ പോയി കൊണ്ടുവരൂല്ലേ? ഞാൻ പോവാ, അല്ലാണ്ട് പച്ച ഷർട്ട് തന്നെ ഇടണടാ നീ. എനിക്ക് ഈ ഒരു ഷർട്ടുള്ളൂ, ഞാൻ ഇട്ടോളാം. അതെന്തായാലും ഭാഗ്യം.
അത് അതെ, നാളെ പോയിട്ട് എങ്ങനെയാണ് ഇത് ബൈക്കുമ്മ കയറ്റി വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ പറയ്. പൊന്നു സുനി, അതിനല്ലേ മൊബൈലൊക്കെ ഉള്ളത് നമുക്ക്. അത് നീ അവിടെ ചെല്ലുക, സുനന്ദയെ കാണുക, എന്നെ വിളിച്ചു പറയുന്നു, ഞാൻ സുനന്ദയെ വിളിക്കുന്നു, സുനന്ദ നിന്നെ വിളിക്കുന്നു, നീ എന്നെ വിളിക്കുന്നു, ഞാൻ സുനന്ദയെ എല്ലാം മൈൻഡ് ചെയ്ത് പോയി. ഒന്നുകൂടി പറ. എടാ നീ അവിടെ ചെന്ന് അവളെ കാണുമ്പോ മൊബൈലല്ലേ ഇരിക്കണത്. അപ്പൊ തന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ അപ്പൊ എവിടെ വന്നോന്ന് ഞാൻ വിളിച്ചു പറയില്ലേ? മൊബൈലിൽ അടിക്കടി കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നാ മതി. അത്രേ ഉള്ളു, വേറൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ എത്തി. നീ രാവിലെ പോയിക്കോളൂല. ഞാൻ പൊക്കോളാം. ഉറപ്പല്ലേ? ഉറപ്പ്. പച്ച ഷർട്ട് തന്നെ ഇടണേ. ഞാൻ ഇതല്ലാണ്ട് എനിക്ക് വേറെ സത്തില്ലെന്ന്. ഓക്കെ എന്നാ. പിന്നെ രാവിലെ എത്ര മണിക്കാണ്? 11 മണിക്ക്. എടാ 9 മണി. 9 മണി. 9 മണിക്ക്. ഓക്കെ. 11:30 മുഹൂർത്താണ്. അപ്പൊ 9 മണിക്ക് ഞാൻ അവളെ ബൈക്കെ കയറ്റിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നില്ല. കേട്ടാ? ചെല്ല്, പോയിക്കോ. സുനിയാണ് പറഞ്ഞത്. ചെല്ല്. സുനിക്ക് അതൊരു മാറ്റം. അതല്ല സുനി, ഞാൻ വേറൊരു കാര്യം. എടാ അവിടെ നിന്ന് ബൈക്കിൽ കയറിയ നിമിഷം തുടങ്ങിയ അവനെ വിളിക്കാനുണ്ട്. ഇതേവരെ കിട്ടിയിട്ടില്ല. ഏയ് കോളൊന്നും പോണില്ല, കിട്ടണില്ല. അല്ല ഞാൻ വേറൊരു നമ്പർ പറഞ്ഞോട്ടെ. അവന് വേറെ നമ്പർ എന്താ പറ. 96338877. മതി. കിട്ടണില്ല, വിളിച്ചിട്ട് കിട്ടണില്ല. ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. അയ്യോ ഇത് കിട്ടണില്ലട്ടാ. കിട്ടണില്ലേ? ഏയ് എങ്ങനെ വിളിച്ചിട്ട് നെറ്റ്വർക്ക് ബസ് എന്നാണ് പറയണത്. എന്റെ പൊന്നത് നെറ്റ്വർക്ക് ബസ് എന്നല്ല, നെറ്റ്വർക്ക് ബിസി എന്നാണ്. നെറ്റ്വർക്ക് ബിസിയാണ്. എന്ത് വേണ്ടാറായാലും വിളിച്ചിട്ട് കിട്ടണില്ല. അന്ന് വിളിച്ചു വേറെ കേസ് കിട്ടെ. മോൾക്ക് വീട്ടില് ബസ് സർവീസ് ഉണ്ടല്ലേ? 3 വടുതല കൊച്ചി ബസ് കിടപ്പുണ്ടായിരുന്നല്ലേ വീടിന്റെ ഫ്രണ്ടില്? ഇവിടെ താൻ എവിടെ നിന്ന് വന്നോട് വാടുതല കോച്ച് ബസ് അല്ല അത്. എന്റെ കല്യാണത്തിന് വിളിച്ചാണ് വീഡിയോ കോച്ച് ബസ്സാണ്. വീഡിയോ കോച്ച് എന്നാണ് എഴുതിയിരുന്നത്. ഞാൻ വായിച്ചത് വടുതല കൊച്ചി എന്നാണ്. എന്റെ ദൈവമേ, എന്റെ അച്ഛൻ വന്നടോ. എവിടെ? ആ അച്ഛന്റെ അനുഗ്രഹം മേടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞല്ലേ, വേഗം മേടിച്ചോ. എന്റെ അച്ഛന്റെ കൂടെ വാടക കുണ്ടകളുണ്ടെന്ന്. വാടക കുട്ടകളാണത്? ഞാൻ ഇതേവരെ വാടക കുട്ടകളെ കണ്ടിട്ടില്ല. അത് എടുക്കുന്ന ആളാണ് വാടക കുണ്ട. അതെന്റെ അച്ഛനാണ്. എടോ താൻ ഇങ്ങോട്ട് വന്നേ. അവര് വന്നേക്കാളും ഇപ്പൊ പോവാന്ന് താവുന്നു ഇങ്ങോട്ട്. എന്റെ ദൈവം. ഹലോ, എടാ നിന്റെ ഫോണിലൊന്ന് വിളിച്ചു നോക്കിയടാ. ഞാൻ കൊറേ വട്ടം വിളിച്ചാണ് കിട്ടുന്നില്ല. കിട്ടണല്ലേ? എടാ നീ ഒന്ന് വിളിച്ചു നോക്കിയടാ. വിളിച്ചിട്ട് കിട്ടണില്ല മുതലാളി. എന്റെ ദൈവമേ, ഞാൻ ഇത് ചെയ്യും. മുതലാളി, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പ്രശസ്തനായ ജ്യോതിഷ പണ്ഡിതനായ അർമുഖൻ ഇങ്ങനെ സങ്കടപ്പെടാൻ വല്ല ടെൻഷൻ അടിക്കല്ലേ? എടാ എങ്ങനെ ടെൻഷൻ എടുക്കാതിരിക്കും? എടാ എന്റെ മോളുടെ ഒരു പാവജാതകമാണ്. അവൾക്ക് 21 വയസ്സും 14 ദിവസവും 4 വിനാഴിക്കുമിടയിൽ ആകെ ഒരേ ഒരു മംഗല്യ മുഹൂർത്തമേ ഉള്ളൂ. അതാണ് ഇന്ന് രാവിലെ 11:30. ഇന്ന് രാവിലെ ഈ മുഹൂർത്തത്തിന് കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ മോൾക്ക് ജീവിതത്തിൽ കല്യാണം ഉണ്ടാകില്ലടാ. അവളാണെങ്കിൽ ആരാടിന്റെ കൂടത്തി ഇറങ്ങിപ്പോവുകയും ചെയ്ത്. എനിക്ക് ഒരേ ഒരു മോളല്ലേ ഉള്ളു. ഞാൻ എന്ത് ചെയ്യും? മുതലാളി, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്താലാ? പ്രായത്രമായി പോയില്ലടാ, ഇനി അതിനൊക്കെ നടക്കുക. അതല്ല ഫോണിൽ ട്രൈ ചെയ്യണ കാര്യമാണ് പറഞ്ഞു. ഫോണില് പേടിക്കണ്ട. മുരുക വരാഹമിഹിര, എന്റെ മോളെ ഏത് ദിക്കിലേക്കാണ് പോയെന്ന് ഈ ആറങ്കാവറുകൻ വെറ്റയിൽ മഷി തേച്ച് കണ്ടുപിടിക്കും. നിന്റെ രാവിലെ ഒന്ന് വെറ്റിലെടുക്കടാ. അയ്യോ വെറ്റില ഞാൻ വന്ന വഴിക്ക് മുറുക്കി മുതലാളി. ആ വെറ്റിലെടുത്ത് മുറുക്കിയ ഞാനൊരു തേങ്ങ തന്നിട്ടുണ്ടായിരുന്നു, അത് കൊത്തി തിന്നില്ലല്ലോ. അതുണ്ട്. ഇങ്ങതാ ഭഗവാനെ, ഇത് വെറും തേങ്ങ, പിന്നെ ഇത് ജപിച്ചു കിട്ടിയ തേങ്ങയാണ്. എന്റെ മോൾ ആരാണോ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത്, ഞാൻ നിലത്തിടം ഉറക്കുമ്പോൾ അവന്റെ തല 100 പൊട്ടിച്ചു തെറിയും. അത് വേണം മുതലാളി, വേണം. എനിക്കെന്റെ മോളാണ് വലുത്, മോളുടെ ജീവിതമാണ് വലുത്. ഞാൻ ഇത് ഉടക്കും. എന്നോട് ഉടക്കരുത് പറയാൻ നീ ആരാടാ? ഉടക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. നീ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നീ മിണ്ടരുത്. ഞാൻ ഇത് ഉടക്കും. ഉടക്കരുത് പറയാൻ നീ ആരാടാ? ഞാനൊന്നും പറഞ്ഞില്ല. നീ ഒന്നും പറഞ്ഞില്ലേ? എന്നാ ഞാൻ ഉടച്ചിരിക്കും. നീ പറയണില്ല. പിന്നെ ആരാണ് ഇവിടെ ഇരുന്ന് ഉടക്കരുതെന്ന് പറയണത്? ആരാണ് ഉടക്കരുതെന്ന് പറയണത്? പറയാണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വന്ന് പറയണ, അല്ലെങ്കിൽ നമ്മൾ ഉടക്കേണ്ടി വരും. ഞാൻ ഇത് ഉടച്ചിരിക്കും. ഉടക്കരുത് പറയാൻ നീ ആരാടാ? മുതലാളിക്ക് മനസ്സിലായില്ലേ? ഇല്ല. മുതലാളുടെ മോള് ഇവന്റെ കൂടെ പോയി അവർക്ക് ഒളിച്ചോടിക്കുന്നത്. അതാണ് ഉടക്കൽ എന്ന് പറഞ്ഞോണ്ട്. ഏതാ ഞാൻ ഇത് ഉടച്ചിരിക്കും. എന്റെ മോളെ എവിടെ പറയണം? നീ കണ്ടൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത പണി ഉണ്ടാക്കി നോക്കണം. എടോ തന്നോട് ആരോട് പറഞ്ഞ എന്നെ കൂടി കാണിച്ചു കൊടുക്കാൻ? അല്ലെങ്കിൽ ഈ പുള്ളി തേങ്ങ ഇവിടെ ഉടക്കും. ഉടച്ചു കഴിഞ്ഞാൽ എന്റെ തല പൊട്ടി തെറിച്ചു പോകും. എടോ അതൊക്കെ എന്റെ അച്ഛന്റെ ഒരു അടവാണ്. അച്ഛൻ തേങ്ങ ഉടച്ചിട്ട് ഇതൊരു ആരെയും തലൊന്നും പൊട്ടി തെറിച്ചിട്ടില്ല. ഓ അത് വേറെ തേങ്ങ. ഇതേ മന്ത്രി ജപിച്ചു കെട്ടിയ തേങ്ങ. ഇത് ഉടച്ചാണ്ടല്ലോ, ഉടച്ചു കൂട്ടിരിക്കും. എന്റെ ജീവിതം വെച്ച് ഉടക്കി തേങ്ങ അവരുടെ കൈക്ക് പിടിച്ചപ്പോ ഞാനിങ്ങനെ ഉടക്കണം. എന്നാ ഞാൻ ഉടക്കാം. എടോ പൊട്ടിത്തെറിച്ച തന്റെ തലയല്ല തേങ്ങയാണ്. മുതലാളി, ഇതൊരു നമ്പർ ആയിരുന്നല്ലേ?
നിന്നോട് ഞാൻ മര്യാദക്ക് ഉടക്കല്ലേ എന്ന് പറഞ്ഞതല്ലേ? നീ എന്തിനാറാ കയറി ഉടച്ചത്? അതെ, ഇനി അതൊന്നും പറയാൻ സമയമില്ല. വെറും 11:30 മുഹൂർത്തത്തിന് സമയം കെട്ടിക്കവരെ കൊണ്ട്. എടീ, നിന്നെ കെട്ടാൻ വന്ന ചെക്കനോവന്റെ വീട്ടുകാരി എന്നെ പച്ചത്തിരി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. മോളെ, ഇന്ന് 11:30-ക്കുള്ളിൽ നിന്റെ കല്യാണം നടന്നിരിക്കണം. അല്ലെങ്കിൽ നീ കെട്ടാച്ചരക്കായിട്ട് വീട്ടിൽ കൂടാ. ഇനി ഒന്നും നോക്കാനില്ല. കെട്ടാനുള്ള കെട്ടാലി. എനിക്ക് എന്റെ മോളുടെ ജീവിതമാണ് കെട്ടാതാലി. വേറെ വഴിക്കൊക്കെ നീ മിണ്ടരുത്, കെട്ടാതാലി. അല്ല ഞാനോ അന്നായിരുന്നു ഫോൺ ചെയ്ത ഒരു ഫോൺ കോളിൽ നീ വിളിക്കാം. അറങ്ങുകാരാണ് പറയുന്നത് കെട്ടാതാലി. അല്ല അച്ഛൻ ഞാനൊന്ന് പറയട്ടെന്ന്. മോളെ, അച്ഛന് സന്തോഷവും. നിനക്ക് ഇഷ്ടപ്പെട്ട ചെക്കൻ്റെ ഒപ്പം നീ ജീവിച്ചോ? എടാ, മാലം പൊക്കേക്കും കൊടുത്തേ. താലിപിടിയടാ. അല്ല ഞാനിത് മിണ്ടരുത്. ഞാൻ വേറെ വിധത്തിൽ നീ വേറെ കെട്ടാ. അതിനു വേണ്ടി വന്നതല്ല. ആദ്യമായിട്ട് മോളുടെ കല്യാണത്തിന് അച്ഛൻ കൂടതാണ്. കൂഴുതല്ല, ഞാൻ കൊരവേട്ടതാണ്. കൊരവേട്ടാടാ. ഓ, അങ്ങനെ ശുഭമുഹൂർത്തിൽ തന്നെ എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഇവന്റെ മുഖത്തൊന്നും ഒരു മോനെ, ഇങ്ങ് വന്നേ. ഈ വഴിയിൽ വെച്ച് കല്യാണം നടത്തി നിന്റെ സ്ത്രീധനമൊന്നും തന്നില്ല എന്നൊരു വിഷമം ഒരിക്കലും മുഖത്ത് കിടക്കരുത്. നീ പേടിക്കണ്ട. അച്ഛനെ വെറ്റിലെ മഷി നോക്കി ഈ തേങ്ങ ഉടച്ച് തക്കിട തരിയുടെ പരിപാടിയെ കാണിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടുണ്ട്. ഇനി അതെല്ലാം നിനക്കുള്ളതാണ്. കാര്യം എനിക്ക് ഒരേ ഒരു മോളല്ലേ ഉള്ളു. അപ്പൊ വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ വിളിച്ചേ സദ്യയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. എന്റെ മുതലാളി ആരും വിളിച്ചിട്ട് കിട്ടണ്ടേ? ആരും വിളിച്ച് കിട്ടണില്ല. കിട്ടണില്ല. നമുക്ക് പോയി പറയാം. ഞാനും കൂടെ വരാം. അതെ, പൊക്കോട്ടെ. വിട്ടോ, നിങ്ങൾ പതുക്കെ വന്നാ മതി. അച്ഛന്റെ വണ്ടി പുറത്ത് കിടപ്പിട്ടാ. ബെൻസാണേ. വിട്ടോ, വാ, എടുത്തോ. തന്റെ അച്ഛൻ തടു തലക്കൊല്ല ഭ്രാന്തണ്ട്. അയാൾ എന്തൊക്കെ നോണേ പറഞ്ഞത്? വെറ്റലല്ലേ മഷിയിട്ട് നോക്കുക, എന്റെ തല പൊട്ടിത്തെറിക്കും. അതിന്റെ ഇടയ്ക്ക് വേറൊരു വെടിയും കൂടെ അടിച്ചിട്ട് പുള്ളി പോയേക്കണ്. പുള്ളി കോടീശ്വരനായിരുന്നു. ഉണ്ടാണ് ഉണ്ട. അതെന്റെ അച്ഛൻ പറഞ്ഞ സത്യം തന്നെയാ. എന്റെ അച്ഛൻ ഒരു കോടീശ്വരൻ തന്നെയാ. പിന്നെ ഒറ്റ മോളാന്ന് പറഞ്ഞത് സത്യമാണോ? ആ, ഞാൻ എന്റെ അച്ഛന്റെ ഒറ്റ മോളാ. എടോ, അച്ഛൻ അങ്ങനെയൊക്കെ പറയും. താൻ എന്റെ കഴുത്തിൽ നീ താലൂരി മാറ്റിയേ. കെട്ടിയ താലി അടിക്കാൻ പാടില്ല. നീ എന്താ വിളിച്ചത് താനെന്നാ? എടി, ഞാൻ നിന്റെ താലി കെട്ടിയ നിന്റെ ഭർത്താവാണ്. ചേട്ടാന്ന് വിളിക്ക്. ഭർത്താവ്? താൻ എന്ത് ഭർത്താവെന്നാ പറയണത്? എന്താണ്? ഇവിടെ തന്നെ ഞാൻ ഇന്നലെ കാണുന്നത്. തന്റെ പേരെന്താണ്? അമ്പലത്തിൽ വെച്ച് ഓർത്തല്ല സുനി. തനിക്ക് വല്ല ജോലിയും കൂലിയൊക്കെ ഉണ്ടാ? പണിയില്ല. ഇനി അച്ഛന്റെ കൂടെ മഷിയോട്ടം നോക്കാം. ഇയാളെ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്ത് പണിയാണ് കാണിച്ചത്? രാവിലെ പോലെ ഞാൻ വിളിക്കണം, ഫോണിൽ വിളിച്ചിട്ട് കിട്ടണല്ലോ. ആരെ കിട്ടണില്ല? ഞങ്ങളും വിളിച്ച് നിന്നെ കിട്ടണുണ്ടായില്ല. നീ ഇത്രയും വലിയ ചതി കാണിക്കൊന്നും ഞാൻ ഓർത്തില്ല. ഞാൻ വിളിക്കാൻ പാടില്ല നിനക്കെന്നാ? ഇയാളെ ഞങ്ങള് വിളിച്ചിട്ട് മുഴുവൻ നെറ്റ്വർക്ക് ബസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. പടേ നെറ്റ്വർക്ക് ബസ് അല്ല, നെറ്റ്വർക്ക് ബിസി എന്നാണ് പറയുന്നത്. പണ്ടാരൊക്കെ മാലയപ്പൊക്കെ മേടിച്ചത് ഇങ്ങനെയൊക്കെ മൊത്തമായി പോയി. അതെ, എന്റെ പൊന്നളിയെ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല, നീ എന്നെ ചതിച്ചിട്ടില്ല. ചതിച്ചത് മുഴുവൻ ഐഡിയക്കാരാണ്. അവരുടെ നെറ്റ്വർക്ക് മൊത്തം കുളമായി പോയി, ജാമായി പോയി. ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. അവസാനം ഇങ്ങനെയൊക്കെ ആയി. അതാണല്ലോ വിളിച്ചിട്ട് കിട്ടാത്ത. എന്തായാലും മാലയൊക്കെ വാങ്ങിച്ച സ്ഥിതിക്ക് മാലങ്ങോട്ട് ഒരിക്കേ അങ്ങനെ വാങ്ങിച്ചതല്ല. അവളുടെ അച്ഛൻ എന്നെ കൊണ്ട് കെട്ടിച്ചാണ് ഇവിടെ. ഇന്ന് 11:30 മുഹൂർത്തം ഉണ്ട്. ആ നേരത്ത് കെട്ടിയില്ലെങ്കിൽ പിന്നെ ഇവൾക്ക് മംഗല്യോഗം ഉണ്ടാവില്ലെന്നാ പറഞ്ഞു. നീ കയറി കെട്ടിയാ? അങ്ങനെ ഞാൻ എനിക്ക് കയറി കെട്ടണ്ടോന്ന്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പ്രേമിച്ച പെണ്ണല്ലേ, കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. മാലപ്പൊക്കെ എന്താ നമുക്ക് വീട്ടിലോട്ട് പോകാൻ. നീ എന്ത് കൂട്ടുകാരനാടാ? എന്താടാ? ഞാൻ കെട്ടിയ പെണ്ണിനെ നീ നിന്റെ കുടുംബത്തോട്ട് കൊണ്ടോ? അതവിടെ തന്നെ ആയോട്? അല്ല, ഞാൻ പ്രേമിച്ച പെണ്ണല്ലേടാ നീ കയറി കെട്ടിയിട്ട്. നീ പ്രേമിച്ച പെണ്ണായിരിക്കും, പക്ഷെ ഞാൻ എടുക്കാതെ അടിച്ച ലോട്ടറിയാണിത്. ഇത് ഞാൻ വിട്ടു തരൂല. അതെ സുനി, ഈ ലോട്ടറി ആദ്യം കണ്ടുവെച്ച ഞാനല്ലേ. എന്തായാലും നീ എടുത്ത് എനിക്കൊരു പ്രോത്സാഹന സമ്മാനം തരാൻ പാടില്ല. പ്രോത്സാഹന സമ്മാനമായിട്ട് ഞാൻ എന്ത് തരാനാണ്? അല്ല, ഇവളുടെ വീട്ടിൽ വന്ന ഉച്ചക്ക് നല്ല സദ്യ ഉണ്ട്, അത് വേണമെങ്കിൽ കഴിച്ചോ. എടാ സുനി, അനിയേട്ടനാ ഇനി മുതൽ സുനിയേട്ടൻ. അനിയേട്ടനില്ല, ഡിലേക്ക് ചെയ്ത് കളഞ്ഞു. ഞാനാണ് നിന്റെ ഭർത്താവ്. സുനി സുനന്ദ. എന്റെ ഭഗവാനെ, ഏത് സമയത്താണ് ഇവനെ വിളിച്ച് പെണ്ണിനെ വിളിച്ചോണ്ട് വരാനായിട്ട് ഏൽപ്പിച്ചത്? അതൊന്നും പറഞ്ഞിട്ട് ഈ ഫോൺ പറഞ്ഞാൽ മതിയല്ലോ, വിളിച്ചിട്ട് ഒരാളെ കിട്ടില്ല. നമസ്കാരം സാർ. നമസ്കാരം. താങ്കൾ ഐഡിയയുടെ ഉപഭോക്താവാണോ? അതെ, ഞാൻ ഐഡിയയുടെ ഓഫീസിൽ നിന്ന്. പെണ്ണുമ്പോൾ നിന്നെ കാണാനായിട്ടിരിക്കുന്നു. രാവിലെ പോലെ ഞങ്ങൾ ഇവിടെ വിളിച്ചിട്ട് ആർക്കും ഫോണിലൊന്നും കിട്ടില്ല. ഈ നാട്ടിൽ എന്തൊക്കെ സംഭവം നടന്നെന്ന് അറിയാമോ നിനക്കൊക്കെ? സാർ ക്ഷമിക്കണം, അതിന് പ്രതിവിധിയായി ഐഡിയ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ തരും. എന്തോ ഓഫർ? 100 രൂപ ടോക്ക് ടൈം, അതും തികച്ച സൗജന്യമായി. പിന്നെ ആകെ വിളിക്കണ സുനന്ദേനാണ്. അവള് ഞാൻ വിളിക്കാത്തോണ്ട് വേറൊരുത്തോടെ പോയി. ഇനിയിപ്പോ 100 കുണുവായിട്ട് വന്നേക്കാം. അങ്ങനെ പറയരുത്. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ? ചേഞ്ച് യുവർ ലൈഫ് അല്ല, ചേഞ്ച് യുവർ വൈഫ്. എന്റെ ഭാര്യനെ കൊണ്ടാണ് അവൻ പോയത്. ഇനി എനിക്ക് വേണ്ടത് ലൈഫാണ്, അതിന് വേണ്ടത് ഒരു വൈഫാണ്. എവിടുന്നാ വന്നെന്ന് പറഞ്ഞ? ഇനിയിപ്പോ വൈഫായിട്ട് നീ മതി. എന്താ നിന്റെ പേര്? സിജി. പാട്കാൻ ഐഡിയ സുർജി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അല്ല, എങ്ങനെയായിരുന്നു?
അതായത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? ഇപ്പൊ മറ്റേ സീരിയൽ വരെയുള്ള കാര്യം പറഞ്ഞിരുന്നു, അതിനുശേഷം നന്ദനം എന്ന് പറഞ്ഞ സിനിമ എങ്ങനെ സംഭവിച്ചു? ഹോർലിക്സ് എന്നുള്ള ഒരു പരസ്യം ചെയ്തു, അത് ക്ലിക്കായി. പിന്നെ ഒരു സീരിയൽ ചെയ്തു, ഗന്ധർവയാമം എന്ന് പറഞ്ഞു, തൊട്ടതൊക്കെ പൊന്നാക്കിക്കൊണ്ട് അത് വളരെ നല്ല പേര് കിട്ടി. പിന്നെ ഡബ് ചെയ്യാൻ പറഞ്ഞു, അതും ചെയ്തു. അപ്പോഴത്തേക്ക് 2002 രഞ്ജിത്ത് സാറും നമ്മുടെ സിദ്ദിഖും കൂടെ വീട്ടിൽ വന്ന് നന്ദനം എന്ന പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തു. 2002 എൻ്റെ എൻട്രി. ഇപ്പൊ എത്ര സിനിമകളിൽ മൊത്തത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? 65. അതെയോ? 65 സിനിമ, 65 സീരിയൽ, 65 ആഡ്, 3 ആൽബം, 2 ടെലിഫിലിം. അടിപൊളി. 65 ആടുണ്ടല്ലേ? ആടല്ലപ്പ, മനസ്സിലായി. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള അല്ലല്ല, ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിനെ ആടിലോട്ട് മാറ്റിയതാ. കുറച്ച് വിദ്യാഭ്യാസം. എനിക്കൊരു ഗ്യാപ്പ് തരുമോ? ചോദിക്കാൻ സമ്മതിക്കോ? ചോദിക്കട്ടെ, എത്ര ഭാഷകളിൽ അഭിനയിച്ചു അമ്മ? തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, മലയാളം. ഈ അമ്മയുടെ ഒരു ഹോബീസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. എവിടെ നിന്നാന്ന് ചോദിക്കരുത്, അതൊക്കെ ഞാൻ സൂത്രത്തിൽ അറിഞ്ഞു. ടോയ് കളക്ഷൻ ആണ്. അത് വെറും ടോയ് എന്നല്ല, ഇങ്ങനെ കൊട്ട് പാടുന്ന ബൊമ്മ, പി കുഞ്ഞ് ബസ്, അതൊക്കെയാണ് ഹോബി. ആണോ? ശരിയാണോ? എല്ലാം മ്യൂസിക്കിനോട് റിലേറ്റഡ് ആണ്. ഒരു മിനിറ്റ്, വേറെ കാര്യം ചോദിക്കാണ്ട്, സർപ്രൈസുകൾ ഇഷ്ടമാണോ? ഒരു ഭയങ്കര രസമുള്ളൊരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ വാച്ച്മാൻ മുസ്തഫ ഇപ്പൊ തന്നെ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. മുസ്തഫ ഓടിവാ. പേടിച്ചു പോയി സത്യം പറയും. ഇങ്ങനെയാണ് ചവിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്ക് മറ്റേ ശമ്പളം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതിന്റെ അരിശം ചവിട്ടി തീർക്കുന്ന അല്ലേ? ഐശ്വര്യമായിട്ട് അല്ലല്ലേ, ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ധൈര്യമായിട്ട് വാങ്ങാം. സീരിയലിന്റെ പെട്ടി മോഷണം പോയി നോക്കിയപ്പോ ഇരുമ്പ് കഷ്ണവും കല്ല് കഷ്ണവും ഉണ്ടായിരുന്നു. കോമഡി സൂപ്പർ നൈറ്റ്സിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. വെയിറ്റ് കുറവാണല്ലോ. ഇത് ഇഷ്ടപ്പെട്ട ക്രെഡിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പിന്നെ ചേട്ടൻ തല്ലേക്കിട്ടോട്ടാ. ബോക്സിംഗിന്റെ സാധനം വേഗം ഓപ്പൺ ഫാസ്റ്റ്. കുറച്ചും കൂടെ. 10 9 8 7 6 5 4 3 2. എന്റെ വാഹനം, ഞാൻ എപ്പോഴും പോകുന്ന വാഹനം, ഓട്ടോറിക്ഷ. ഉണ്ട്, 2 കാറുണ്ട് വീട്ടില്. ഞാൻ ആ കാറിൽ കയറിയിട്ടില്ല, എനിക്ക് സൗകര്യം കിട്ടിയിട്ടില്ല. അത് കുട്ടികളെ സ്കൂളിൽ പോകാനോ അവർക്ക് അവിടെ പോകാനോ ഇവിടെ ഞാൻ ഇതിൽ തന്നെ പോകും. ഇത് തന്നെ എന്റെ വാഹനം. ഈ ഓട്ടോ ഉണ്ടല്ലോ ഇങ്ങനെ ബാക്കിൽ ഞാൻ ഫ്രണ്ടിലേക്ക് ഓടി പോണ ഓട്ടോ. നല്ല ഓട്ടോ. ഇഷ്ടായില്ലേ? എവിടെ നിന്ന് വാങ്ങി? 60 പൈസയാ. അതാണോ? ഒരു സമ്മാനം തരുമ്പോൾ പൈസക്ക് മൂല്യമില്ല. അങ്ങനെയല്ല, അതാണ് ആ തോട്ടിനാണ്. എന്ത് അങ്ങനെയൊന്നും പറയരുത്. പൈസക്ക് വിലയുണ്ട്. എന്തൊന്ന് ഈ പറഞ്ഞ നേരം സാധാരണ ഒരു ബട്ടൺകൾ കമ്മൽ വാങ്ങിച്ച് കാതിലിടുമ്പോ അതും കമ്മൽ തന്നെ. വജ്രം കൊണ്ട് ഞാൻ ഇട്ടിരിക്കണോ അതും കമ്മൽ തന്നെ. ഇത് സ്നേഹം കൊണ്ട് ഞങ്ങൾ അങ്ങനെ അതിന് മൂല്യമില്ല. നീ ഇത് വെച്ചോ. വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. ഇനി താനിങ്ങനെ ചവിട്ടിയാൽ തന്നെ അവസാനം ഇരിക്കും. ഇവിടെ ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂകമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ഔവേ ഷൺമുഖി, ഈ കച്ചേരിയും ഗാനങ്ങളും ഒരുമിച്ച് നടന്നുകൊണ്ട് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്തോ കാണിച്ചേ?
ഇങ്ങനെ ഇങ്ങനെയൊക്കെ പൊടി തട്ടുന്നാണ് കാണിച്ചത്. എന്ത് തത്തിത്താത്തജം എവിടുത്തെ തരം തത്തിത്താത്തജം കേക്കട്ട് തട്ടിക്കിട്ടത്തും ദിത്താത്തജം തട്ടിക്കിട്ടത്തും താത്തജം തട്ടിക്കിട്ടത്തും 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 സ്വന്തമായിട്ട് പാടിയിട്ട് തന്നെ ഞാൻ കൈയടിക്കുക. പിന്നല്ലാതെ സ്വന്തമായിട്ട് തന്നെ കൈയടിക്കുക. ഒരു കാര്യം ചെയ്യും, അവനവൻ താളം ഇട്ട് തന്നെ ജതി പറയാ. നിങ്ങളെ പോലെ അടുത്തടുത്ത് താളം ഇട്ടിട്ട് നമ്മുടെ ഞാനൊരു ചെടി പറയട്ടെ, പറയാവോ? അങ്ങനാണെങ്കിൽ എനിക്ക് പറയാൻ വയ്യ, നിങ്ങൾ പറ. അങ്ങനെ അയ്യോ അതെന്ത് വർത്താനാ സാറേ? ഇത്ര ചെയ്ത് ഞാൻ ഒരു ചെയ്ത് പറയട്ടെ, കുഴപ്പമില്ലല്ലോ. സാറിനൊരു കുഴപ്പമില്ല. പാട്ട് കേട്ടപ്പോഴേ എനിക്ക് മതിയായി. ചെടി കൂടെ ഞാൻ കേട്ടപ്പോ ഒന്ന് അമ്മ ഒന്ന് പറഞ്ഞേ. അയ്യോ എവിടെ പോയി പഠിച്ചതാണോ? എന്ത് വേണ്ടത്? എന്ത് വേണ്ടത്? ഇതാണ് സുബലക്ഷ്മി. ആര്? ഇതാണ് സുബലക്ഷ്മി. നമ്മൾ കാണാത്ത ഇതാണ് MS സുബ്ബലക്ഷ്മി, പാട്ടുകാരി. പാട്ട് പാടും. പാട്ട് പാടുവോ? അല്ല MS സുബ്ബലക്ഷ്മി ഞാൻ കണ്ടിട്ട് ഇതല്ലല്ലോ മുഖം. സുബലക്ഷ്മി എന്നാണ് അമ്മയുടെ പേര്. അമ്മ അത്യാവശ്യം നന്നായി പാട്ട് പാടും. ആണല്ലേ? എന്നാലും മതിയോ? കാര്യം ഞാൻ സംഗീതം, എനിക്ക് സംഗീതം അത്ര ഇഷ്ടമാണ്. അമ്മ സിനിമാ നടിയാണ്, പാട്ടുകാരിയാണ്, ഒരു സകലകലാ വല്ലഭയാണ്. അത് ശരി. അപ്പൊ ഒരുപാട് സംഗീതം ഇങ്ങനെ പഠിക്കണം താല്പര്യമൊക്കെ ഉണ്ടല്ലോ. കാരണം ഞാൻ ഒരുപാട് സുബലക്ഷ്മിയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ എന്നെ തന്നെ ഇത്രയും പറഞ്ഞിട്ട് ഇനി പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങളുടെ ആര്? ഞാൻ ഇങ്ങനെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ കച്ചേരിയൊക്കെ ആയിട്ട് നടക്കുക. അപ്പൊ ഇനി സംഗീതം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇത്ര കാര്യമുള്ളൂ. അയ്യോ പൈസ അങ്ങനെ ഹോസ്റ്റൽ പഠിക്കാൻ നിൽക്കണ്ട, പൈസ എന്നാ പഠിപ്പിക്കാം. അല്ല സാർ അങ്ങനെ വെറുതെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പൈസ അത്ര ഏർപ്പാടേ ഉള്ളൂ. ഈ അപശ്രുതിക്ക് പൈസ ആര് തരും? പിന്നല്ലാതെ ഞാന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, സപ്തസ്വരങ്ങൾ സപ്തദേവതകളാണ്. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പാട്ട് വരുള്ളൂ. അത് ശരി. എന്ന് ഞാൻ കാര്യം ചോദിട്ടെ, ഈ പന്തപരാളിയെ കുറിച്ച് എന്താ അഭിപ്രായം? പന്തപരാളി രാഗം പന്തപരാളിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ അറിയാം? അല്ല ഞാൻ ചോദിക്കാൻ മറുപടി അല്ല സാറേ, ഞാനല്ലേ ചോദിച്ചത്. പന്തപരാളി ആരെടുത്ത് ചോദിക്കാനാ? ആരെങ്ങനെ വരണ്ട് നിൽക്കിയ കാര്യങ്ങളെ കണ്ടുകൊണ്ട്? അല്ല പറ, പന്തപരാളി ആരാ കണ്ടുപിടിച്ചെന്ന് പറ. കണ്ടുപിടിക്കുന്നത് വെങ്കടമഹി. ആര്? മേളകർത്താരാകും. ആര്? സത്യം പറഞ്ഞ പന്തപരാളി കണ്ടുപിടിച്ച രാഗം കണ്ടുപിടിച്ചത് പെലയാ. അപരാധോ? പന്തുകളിക്കാരൻ പെലയെ കണ്ടുപിടിച്ച് അത് പിന്നെ പെലയുടെ ശിഷ്യ നമ്മള് പിന്നെ മർഡോണയ്ക്ക് കൊടുത്ത്, മർഡോണ കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പഴത്തെ പന്തുകളി പിള്ളേർ ഈ പന്തുപരാളി രാഗം വെച്ചോണ്ട് പാട്ടിറക്കിയെന്ന്. ഫുട്ബോൾ വെച്ച് പന്തുപരാളിക്കകത്തല്ലേ ഫുട്ബോൾ വെച്ച് പാട്ട് പാടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ശരത് സാർ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കണം ഒരു പാട്ട്. അത് കേട്ടാ അത് മേഘതീർത്ഥം എന്നുള്ള പാട്ട്, മഴ പെയ്തുവോ പാട്ട് കേട്ടിട്ട്. അതാണ് പന്തൂരാടി. ഭാവയാമി പാടുന്നെന്റെ ജീവനാടികയിൽ. ഇതാണ് പന്തൂരാടി. പന്തൂരാടിയുടെ എല്ലാ അംശങ്ങളും ഉണ്ട്. അതിന്റെ ശാസ്ത്രപരമായിട്ട് ഓരോ ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം. അല്ല ഞാൻ ചോദിച്ചോട്ടെ, മോള് 2 ദിവസം കൂടെ കാണുന്നില്ല, നിനക്ക് ഈ പാട്ടോ സംഗീതത്തെ കുറിച്ച് വല്ല ബോധമുണ്ടോ? അല്ല സാധാരണ അവതാരിയായിട്ട് വരുമ്പോഴത്തേക്ക് പാട്ട് ബോധം മതി, ബോധം പോകണ്ട. അല്ല നോക്കട്ടെ, അറിയാവും നോക്കട്ടെ, ഒരു പാട്ട് പാടിക്കേ. വഴികളുണ്ട്, പിന്നെ എന്റെ പാട്ട് കേട്ടോ. അയ്യോ ഇവരുടെ മുമ്പിൽ പണം പേടിക്കണ്ട, അടിച്ചു ഒരു പാട്ട് പാട്ടെ. വലിയ അവതാരിക 2 ദിവസം സൂക്ഷിച്ചു നോക്കണം കേട്ടോ. വൈകുണ്ഠ പുരവാസനി ശ്രീരംഗനാഥനെ. ശ്രീരംഗനാഥനെ മേലാൽ ഈ ഇവിടെ നിന്നോണ്ട് അത് പാടരുത് കേട്ടോ. ഇത് നമ്മളെ ദൈവത്തെ കുറിച്ച് വേണം സാറേ പാടാൻ. ശ്രീരംഗനാഥൻ ദൈവമാണ്. നിങ്ങൾക്ക് ശ്രീരംഗനാഥൻ, ഞങ്ങൾക്ക് വേറെ ദൈവമുണ്ട്. ഈ പാട്ടിനാണോ പാടുന്നത്? ഞാൻ പാടിത്തരാം. ഭൂലോക വൈകുണ്ഠ ഭൂതവാസന് ശ്രീകണ്ഠൻ നായര്, ഭൂലോക വൈകുണ്ഠ പൂരവാസന് ശ്രീകണ്ഠൻ നായര്. ശ്രീകണ്ഠൻ നായർ സാറില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉടുത്തിറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല. ആ അന്നവാ ഞങ്ങൾ ഈ കഴിക്കുന്നത്. സത്യം പറഞ്ഞത് ഇങ്ങനല്ലേ സാറേ, ഇത് ഇവിടെ ഈ രാഗം ഇങ്ങനൊന്നും അല്ല ഇവിടുന്ന്. ഇത് തുടങ്ങിയെന്ന് വെച്ചാൽ എവിടെ നിന്നറിയാവോ?
മോക്ക് ഇതിന്റെ കഥ അറിയാവോ? ഇത് ചരിത്രം എന്താണെന്ന് അറിയാവോ? ഞങ്ങൾക്ക് ചരിത്രം അറിയില്ല, ഭൂമിശാസ്ത്രം ആ ഇത് കേൾക്കണം. അപ്പൊ ഈ പാട്ട് ഇങ്ങനല്ല. ഈ പാട്ട് എങ്ങനെയാന്ന് വെച്ചാല് ഭൂലോകബൈക്കുള്ള ശ്രീനിവാസനെ ശ്രീലങ്കക്കാരനെ. ശ്രീലങ്കക്കാരൻ ഇവിടെ വന്നിട്ട് വലിയ ബൈക്ക് വാങ്ങി. പ്ലെയിൻ പിടിച്ചൊന്ന് അടിക്കുന്നു. എനിക്ക് സത്യം ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ത് പാട്ടാ? മറ്റേ ഈ പാട്ടുണ്ടല്ലോ, എന്നത്തവം. ആഹാ, അതെങ്കിലും നിന്റെ തലയിൽ ഉദിച്ചുള്ളൂ ഒരു നല്ല പാട്ട്. ആ, എന്നത്തവം ചെയ്തനേ യശോദ, എന്നതവം എന്നത്തവം ചെയ് അവിടെ നശിപ്പിച്ച് എന്നത്തവം ചെയ് അത് പാടാ. എനിക്ക് ഇനി കുറെ കാലം കൂടെ നന്നായിട്ട് ജീവിക്കണം. ആ പാട്ടും പാടി ആ വഴി അങ്ങ് പോയിക്കോളി പ്ലീസ്. അതന്നെ, ഇനി ഇവിടെ ഇട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എടുത്ത് എറിയും പുറത്തേക്ക് ചെല്ലും. ഒരു തവമോ ഇവിടെ ചെയ്യണ്ട. ഞങ്ങളുടെ ഉപാസിച്ചിട്ടാണ് സംഗീതം. പഴം ചെയ്യുമേ എന്ന പഴം ചെയ്യുമേ ഇത് തലക്ക് നല്ല കേറിയിട്ടുണ്ട് വട്ട്. സത്യം സത്യം. എന്ത് വട്ടായത്, സംഗീത വട്ട്. ചേച്ചി അപ്പോൾ വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. ചേച്ചി ഇവിടെ വന്നതിലും ഞങ്ങളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യലും ഞങ്ങൾക്ക് ഒരുപാട് നന്ദി സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചിയുടെ സിനിമകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഈ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണത് തന്നെ മഹാഭാഗ്യമാണ്. ഈ സ്നേഹം കൊണ്ട് മാത്രമേ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അത് എനിക്കറിയാം. കാരണം ബാക്കി എന്ത് തന്നാലും നമുക്ക് കുറച്ചുകൂടെ തന്നുകൂടെ തോന്നും. പക്ഷെ സ്നേഹം അങ്ങനെയല്ല. ഈ സ്നേഹം നിറഞ്ഞു നിൽക്കണം. ഈ സ്നേഹം ഈ പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു. അതേപോലെ ഇന്ന് ഇവിടെ ഒരു കോമഡി ചെയ്യാനായിട്ട് എന്നെ മെയിനായിട്ട് വിളിച്ചു വരുത്തി ഈ ഫ്ലവർ ചാനൽ, അതിന് ഇരട്ടി എനിക്ക് സന്തോഷവും നന്ദിയുണ്ട്. ഇനി ഞങ്ങൾ ഏതെല്ലാം വേഷത്തിൽ എങ്ങനെയൊക്കെ വരുന്നോ അതെല്ലാം കണ്ട് രസിക്കുക, ഇഷ്ടപ്പെടുക. അപ്പൊ അമ്മ അടുത്തൊരു മലയാള പടം അമ്മ ചെയ്യുമ്പോൾ അതില് വിനയ് ഉണ്ടായിരിക്കുമോ നായകനായിട്ട്? നായകനായിട്ട് വരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരണം. ഇത്രയും സാക്ഷ്യപ്പെടുത്തിയാണ് ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ സാക്ഷി. ആണോ? പിന്നെ അതെ, ഞാനോ? നിനക്ക് ചാൻസ് ഇല്ല. ഇതാണ് അതെ, ഈ മഹാന്മാരെ അടുത്തറിയുമ്പോൾ വിഗ്രഹം ഉടഞ്ഞു പോകുന്നു പറയുന്നത് ഇതായിരിക്കും അല്ലേ? നായികയുടെ ആന്റിയായിട്ട് കൊണ്ടുപോകാൻ ചോദിച്ചില്ല. അപ്പോ കോമഡി സൂപ്പർ നൈറ്റ്സ് പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി കണ്ട് എല്ലാവരും പൊട്ടി ചിരിക്കുക. ഓൺ ദാറ്റ് നോട്ട് വി ആർ wrapping up tonight's episode. This is Lakshmi Menon and Vinay Ford saying adios. Yeah.